1957 ജൂൺ 25 ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൽ ഒരു തൊഴിലാളി സംഘടനയുടെ യോഗം നടക്കുകയാണ്. അതീവ ദുഃഖത്തിലും ആശങ്കയിലുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെല്ലാം. വലിയൊരു പ്രതിസന്ധിയാണ് അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അവരടങ്ങുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി ഏതാനും ദിവസങ്ങൾക്കകം നഷ്ടപ്പെടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലെ കോഫി ബോർഡ് നേരിട്ട് നടത്തിയിരുന്ന കോഫി ഹൌസുകളുടെ ശൃംഖല പൂട്ടി അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കമായിരുന്നു ചർച്ചാ വിഷയം. മാസങ്ങളോളമായി നടന്നു പോന്നിരുന്ന അനുനയ ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. തൊഴിലാളി നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിയിട്ടും പലയിടങ്ങളിൽ ഹർജികൾ നൽകിയിട്ടും സമരങ്ങൾ ചെയ്തിട്ടും അനുകൂലമായ യാതൊരു നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തൊഴിലാളികളെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പലരും മറ്റ് തൊഴിലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ചിലരാകട്ടെ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകളിൽ വീട്ടുവേല ചെയ്യാൻ തുടങ്ങിയിരുന്നു. മറ്റു ചിലർ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വിധിയെ പഴിച്ചുകൊണ്ടിരുന്നു. മുന്നോട്ടൊരു വഴിയും കാണാതെ പിന്തിരിയാൻ ഒരുങ്ങി നിന്നിരുന്ന ആ തൊഴിലാളികളുടെ അന്നത്തെ ബാംഗ്ലൂർ യോഗത്തിലേക്ക് യൂണിയൻ നേതാവായ AKG കടന്നു വന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സാക്ഷാൽ AK ഗോപാലൻ. അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പോംവഴി അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. നഷ്ടത്തിലാണെന്ന പേരിൽ പൂട്ടാൻ പോകുന്ന ആ സ്ഥാപന ശൃംഖല പിരിച്ചുവിടപ്പെടാൻ പോകുന്ന അവിടുത്തെ തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തണം. യോഗത്തിലുണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും എത്രയോ അകലെയായിരുന്നു AKGയുടെ ആ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടുപോന്നിരുന്ന ഒരു ബോർഡ്, അതും മുതിർന്ന ഉദ്യോഗസ്ഥരും IASകാരും മാത്രം ഭരിച്ചിട്ടുള്ള ഒരു ബോർഡ്, തീർത്തും സാധാരണക്കാരായ തൊഴിലാളികൾ എങ്ങനെ ഏറ്റെടുത്ത് നടത്താനാണ് എന്ന് അവർ ചിന്തിച്ചു. അതിന് സർക്കാർ അനുമതി ലഭിക്കുമോ? ലഭിച്ചാൽ തന്നെ അത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളില്ലാത്ത അടിസ്ഥാന വർഗ്ഗക്കാരായ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി അവിടെ കൂടിയിരുന്ന സംഘടനാ പ്രവർത്തകരോട് AKG പറഞ്ഞു, തൊഴിലാളികളാണ് നിങ്ങൾ, തൊഴിലാളികൾ ലോകം ഭരിക്കേണ്ടവരാണ്. നിങ്ങൾക്കിത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ഈ സ്ഥാപനം നിങ്ങൾ നേരിട്ട് ഏറ്റെടുക്കണം, ഭരിക്കണം. മുതലാളിമാരില്ലാതെ നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ത്യൻ കോഫി ഹൌസ് എന്ന പേരിനൊപ്പം ആദ്യം ഓർമ്മയിലെത്തുന്നത് ആവി പറക്കുന്ന കാപ്പിയോ, ചുവന്ന മസാലയുള്ള മസാല ദോശയോ, ബീട്രൂട്ടിട്ട കട്ട്ലറ്റോ, അതല്ലെങ്കിൽ അവിടെ ചിലവഴിച്ച ചില നല്ല നിമിഷങ്ങളോ ആവാം. എന്നാൽ ആ പേരിന് പിറകിലുള്ള സമര ചരിത്രമാണ് കൂടുതൽ പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തപ്പെടേണ്ടത്. കോഫി ഹൌസുകളിലെ AKGയുടെ ഛായാചിത്രത്തിന് പിറകിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും പോരാട്ടത്തിന്റെയും കഥകളുണ്ട്. ഒരു രാജ്യത്തെ ആകെ കാപ്പി കുടിക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം മാത്രമല്ല ഇന്ത്യൻ കോഫി ഹൌസ്. അതിജീവനത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, വർഗ സമരങ്ങളുടെ ജീവിക്കുന്ന സ്മാരകം കൂടിയാണ് ഇന്ത്യൻ കോഫി ഹൌസ്.